കോഴിക്കോട് കാക്കൂരിൽ സുന്നത്ത് കർമ്മത്തിനിടെ 2 മാസം പ്രായമായ കുഞ്ഞ് മരിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട ആരോഗ്യവകുപ്പ്. സംഭവത്തിൽ വസ്തുതാന്വേഷണം നടത്താൻ DMO നിർദ്ദേശം നൽകി. നേരത്തെ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ, മെഡിക്കൽ ഓഫീസർ, SHO എന്നിവരോട് ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടിയിരുന്നു. ചികിത്സാ പിഴവില്ലെന്നും മാസം തികയാതെ പ്രസവിച്ച വിവരം കുടുംബം അറിയിച്ചിരുന്നില്ല എന്നുമാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം കുട്ടിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ഇന്നലെയാണ് സുന്നത്ത് കർമ്മത്തിനായി കാക്കൂരിലെ ക്ലിനിക്കിൽ എത്തിച്ച 2 മാസം മാത്രം പ്രായമുള്ള എമിനാദം മരിച്ചത്. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചു. ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ, SHO എന്നിവർക്കാണ് നിർദ്ദേശം. വിഷയത്തിൽ പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടിയിലേക്ക് നീങ്ങുമെന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് മനോജ് കുമാർ അറിയിച്ചു. ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. 10 ദിവസത്തിനകം നമ്മുടെ SHO, ജില്ലാ മെഡിക്കൽ ഓഫീസർ, ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ഇവരോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സംഭവത്തിൽ ആരോഗ്യവകുപ്പും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് DMOയുടെ നിർദ്ദേശപ്രകാരം ആരോഗ്യവകുപ്പ് ജീവനക്കാർ കാക്കൂരിലെ ആശുപത്രിയിലെത്തി പരിശോധന നടത്തി. രാവിലെ ക്ലിനിക്കിലെത്തിച്ച കുഞ്ഞിന് ലോക്കൽ അനസ്തേഷ്യ നൽകിയതിന് പിന്നാലെയാണ് കുട്ടിയുടെ ആരോഗ്യനില വഷളായത്. തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബന്ധുക്കളുടെ പരാതിയിൽ കാക്കൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന്റെ കേസെടുത്തു. അതേസമയം ചികിത്സാപ്പിഴവ് ഉണ്ടായിട്ടില്ലെന്നും കുഞ്ഞ് മാസം തികയാതെയാണ് ജനിച്ചതെന്ന വിവരം കുടുംബം അറിയിച്ചില്ലെന്നുമാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. 2.5 മാസം മെച്ചോർഡ് അല്ലാതെ പ്രസവിച്ച കുട്ടിയാന്ന് പോലും ഇവിടെ ഒരു അവസാന നിമിഷത്താണ് രേഖപ്പെടുത്തിയത്. സത്യത്തിൽ ഞങ്ങളുടെ ഭാഗത്താണ് വീഴ്ച എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. സത്യാവസ്ഥ പുറത്തു വരട്ടെ, അതിനുശേഷം നമുക്ക് ഞങ്ങൾ കുടുംബത്തോടൊപ്പം തന്നെ ഉണ്ട്. ചേളന്നൂർ സ്വദേശികളായ ഷാദിയ ഷെറിൻ, ഇംതിയാസ് ദമ്പതികളുടെ മകനാണ് എമിനാദം. കുട്ടിക്ക് നൽകിയ മരുന്ന് സംബന്ധിച്ചും അളവുകളെക്കുറിച്ചും ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, കോഴിക്കോട്.